നിങ്ങളിൽ പലരും നാളെ UGC നെറ്റ് എക്സാം എഴുതാൻ പോവുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. UGC നെറ്റ് എക്സാം എഴുതാൻ പോകുന്ന ആസ്പിറന്റിനെ സംബന്ധിച്ച് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് അതിനു മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഉദാഹരണമായിട്ട് ഇപ്രാവശ്യം ഞാൻ വിജയിക്കില്ലേ, ഞാൻ പഠിച്ചതിൽ നിന്ന് തന്നെയല്ലേ ചോദ്യങ്ങൾ വരിക, ഞാൻ പഠിച്ച് തീർന്നിട്ടുണ്ടോ, ഇനിയും ഒരുപാട് പഠിക്കാനില്ലേ, കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാമായിരുന്നു, അതുപോലെ തന്നെ എനിക്ക് പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടാവുമോ, എനിക്ക് നന്നായിട്ട് ടെൻഷൻ ആവുന്നു, എന്താണ് ഞാൻ ചെയ്യുക, ഇനി അവസാന നിമിഷം ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഇത്തരത്തിലുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഈ സമയത്ത് ഉണ്ടാവും. അപ്പം ഇതിൽ എനിക്ക് പറയാനുള്ളത് അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിരുന്ന ആളുകളോടാണ്. പ്രിപ്പയർ ചെയ്യാത്ത ആളുകൾക്ക് അറിയാം ഞങ്ങൾ ഇപ്രാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടില്ല, വി ആർ ഗോയിങ് ഫോർ ജസ്റ്റ് ആൻ എക്സ്പീരിയൻസ്, അടുത്ത പ്രാവശ്യം നന്നായി പ്രിപ്പയർ ചെയ്യും. അപ്പോൾ പ്രിപ്പയർ ചെയ്ത ആളുകളോട് പറയാനുള്ളത്, ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതിനു മുമ്പ് UGC നെറ്റ് JRF ക്വാളിഫൈ ചെയ്ത എല്ലാ ആളുകളും കടന്നു പോയിട്ടുള്ള സിറ്റുവേഷനിലൂടെ തന്നെയാണ്. അതായത് പഠിച്ചതൊന്നും ഓർമ്മയില്ല എന്ന് ഫീൽ ചെയ്യുന്ന ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ള തോന്നൽ. ഓക്കെ, പഠിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരീക്ഷകളിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം, ഓക്കെ, എല്ലാം കൂടി എന്നെ കൊണ്ട് ജയിക്കാൻ പറ്റുമോ എന്നുള്ള പേടി പോലെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, എല്ലാം പഠിച്ച് തീർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മേ ബി തീർന്നിട്ടുണ്ടാവണം എന്നില്ല. ചിലരുടേതൊക്കെ തീർന്നിട്ടുണ്ട്, പക്ഷെ ഭൂരിഭാഗം ഇത് ജയിച്ച ആളുകളും കംപ്ലീറ്റ് പഠിച്ച് തീർന്നവരൊന്നുമല്ല. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ സിലബസ് ജസ്റ്റ് പഠിച്ചിട്ടുണ്ടാവാം, പക്ഷെ ഞാൻ അതിൻ്റെ PYQ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് നിങ്ങൾ കംപ്ലീറ്റ് പഠിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. പറ്റാവുന്നത്ര പഠിച്ചാൽ മതി. പക്ഷേ ആ പറ്റാവുന്നത്ര എന്ന് പറയുമ്പോൾ എക്സാം ജയിക്കാൻ വേണ്ടത്ര ആവണം. കാരണം നമുക്ക് നോർമലി ഒരു 60 to 75% ഒക്കെയാണ് ഇതിൻ്റെ കട്ട് ഓഫ്. അല്ല, ഏറ്റവും ടോപ്പ് മോസ്റ്റ് നമ്മളൊരു 75 എന്ന് എടുക്കുക, എന്നാലും നമുക്ക് 25% നമുക്ക് തെറ്റിക്കാം. 25 എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ 50 മാർക്ക്, ഓക്കെ, 25 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 50 മാർക്ക്, ഓക്കെ. അപ്പോൾ അതായത് ഏകദേശം വാട്ട് വി കൻ സേ, നമുക്ക് 25% അല്ല, 25% എന്ന് പറയുമ്പോൾ ഏകദേശം 300 എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലേക്ക്, ഓക്കെ, വിൽ ബി ഹാവിങ് 75 മാർക്ക്. ഏകദേശം 32 മാർക്കുകൾ നമുക്ക് തെറ്റിക്കാം, ക്വസ്റ്റ്യൻസ് നമുക്ക് തെറ്റിക്കാം. ഓക്കെ, അത്രത്തോളം മാർക്ക്, അല്ലെങ്കിൽ 36, ഓക്കെ, 35 to 40 ഓൺ റേഞ്ചിലുള്ള മാർക്കുകൾ നമുക്ക് തെറ്റിക്കാം. അത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് തെറ്റിക്കാം. അത് നമ്മൾ തെറ്റിക്കേണ്ട ആവശ്യമില്ല, തെറ്റെന്നാണ് നിങ്ങൾ പറയുന്നത് എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ആളുകളും എല്ലാം പഠിച്ച് തീരുന്നില്ല. നമുക്ക് പഠിച്ചതിൽ നിന്ന്, പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മൾ പഠിച്ചതിൽ നിന്ന് നമുക്ക് മാക്സിമം ആൻസർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് പരമാവധി റിവൈസ് ചെയ്യുക, പരമാവധി PYQ നോക്കുക എന്നുള്ളതാണ്. പിന്നുള്ളൊരു കൺഫ്യൂഷൻ, പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടാവും, അതിന് ഞാൻ പറഞ്ഞു റിവൈസ് ചെയ്യുക. പിന്നെ എക്സാമിനേഷൻ ഹാളിലെത്തുമ്പോൾ അത് വരും. കംപ്ലീറ്റ് ഓർമ്മ തിരിച്ചു വരുന്നതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ ജയിക്കാൻ വേണ്ടത്ര നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും, നമ്മൾ പഠിച്ചതും നമ്മൾ റിവൈസ് ചെയ്തതും നമ്മൾ PYQ നോക്കിയ കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഈ ഒരു ടെൻഷൻ, ഇത് നമ്മളെ ലൈഫിലെ എക്സാം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഈ പറയപ്പെടുന്ന ടെൻഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ ക്വൈറ്റ് നേച്ചുറൽ, എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഓവറോൾ പറയാനുള്ളത്, നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, നിങ്ങളുടെ കൺഫ്യൂഷൻ, മറന്നു പോകുന്നുള്ള പേടി, ടെൻഷൻ, എല്ലാം റിയലാണ്, ശരിക്കുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളതാണ്, വിജയിച്ച ആളുകൾക്കും ഉണ്ടായിരുന്നതാണ്. കീപ് ലേണിംഗ്, പഠിച്ചുകൊണ്ടേയിരിക്കുക, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക, മാക്സിമം റിവൈസ് ചെയ്യുക, അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക, തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും.